Welcome to Direction e-learning. Common Preliminary Examination 10th level 2/7/2022 നടന്ന 76/2022 ക്വസ്റ്റ്യൻ പേപ്പർ കോഡുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലെ കുറച്ച് ഏതാനും ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിച്ചു പോവാം. ആദ്യത്തെ ചോദ്യം 16. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് പറയുന്നു ഇന്ത്യയുടെ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ്. അപ്പൊ ഭക്ഷ്യവിളകളുടെ കാര്യം മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ഭക്ഷ്യവിളകളും ഉണ്ട്, നാണ്യവിളകളും ഉണ്ട്, അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് ആൻഡ് ക്യാഷ് ക്രോപ്സ്. അപ്പൊ അതിൽ ഫുഡ് ക്രോപ്സ് ആണ്. പിന്നെ അടുത്തൊരു ഹിന്റ് ആയിട്ട് തന്നുള്ളത് രണ്ടാം സ്ഥാനമാണ്. രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ്. പിന്നെ മറ്റൊരു ഹിന്റാണ് റാബി വിളയാണ്. റാബി ആണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. കാരിഫ്, റാബി, സൈദ് എന്ന രീതിയിലുള്ള ക്രോപ്പിംഗ് സീസൺസ് വരുന്നുണ്ട്. അതിൽ റാബി കാറ്റഗറിയിൽ വരുന്ന ആളെ കുറിച്ചാണ് ഇവർ പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നു 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെന്റിമീറ്റർ മഴയും ഈ പറയുന്ന പർട്ടിക്കുലർ ക്രോപ്പിന് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഇതിൽ പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഭക്ഷ്യ വിള ഏതാണ്? രണ്ടാം സ്ഥാനമാണ്. രണ്ടാം സ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ ആരാണ്? ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, ഗോതമ്പാണ്. രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ റൈസ് വരുന്നത്. സോ സെക്കൻഡ് പൊസിഷൻ ഗോതമ്പാണ്. അതേപോലെ അതൊരു റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ഇതിനാവശ്യമായിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വരുന്ന മറ്റു കാര്യങ്ങൾ നോക്കാം. ഗോതമ്പ് ഇന്ത്യയിൽ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയായ ഗോതമ്പ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജ് ആണ്. അപ്പൊ ഇത് തന്നെയാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഉൽപാദനത്തിലുള്ള രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. അതൊരു റാബി വിളയാണ്. ഇതൊക്കെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് വേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. എക്കൽ മണ്ണ് ആവശ്യമുണ്ട്. നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. പിന്നെ മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. അപ്പൊ എന്താണ് ഇതും? എന്താണ് ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ഈ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും കൃത്യമായിട്ട് സിലബസിന് അനുസൃതമായി സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം തന്നെ ചോദിക്കുന്നുള്ളൂ. ഒന്നും ഒരു സർപ്രൈസിങ് എലമെന്റ്സ് ആയിട്ട് ഒരു ചോദ്യ പേപ്പറിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇതേപോലെ ഇപ്പൊ ഇത് ഗോതമ്പിന്റെ ചോദ്യമാണ് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടാം സ്ഥാനമാണ്. രണ്ടാം സ്ഥാനത്ത് ഗോതമ്പാണ് എന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് ഒന്നാം സ്ഥാനക്കാരനെ ആയിരിക്കാം. ആരാണ് ഒന്നാം സ്ഥാനക്കാരൻ? ഇത് ഗോതമ്പ് കൃഷി ചെയ്യുന്ന ഒരു മാപ്പാണ്. കൂടുതൽ കൃഷി ചെയ്യുന്ന മേഖലകൾ ഈ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എവിടെയാണ്? നോർത്തിലാണ്. പഞ്ചാബ്, ഹരിയാന പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഉത്തർപ്രദേശിന്റെ ചില ഭാഗങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ആള് എന്ന് പറയുന്നത് റൈസ് ആണ്, നെല്ലാണ്. നെല്ലാണ് ഒന്നാം സ്ഥാനക്കാരൻ. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഇതെന്താണ്? ഒരു ഖാരിഫ് വിളയാണ്. റൈസ് എന്ന് പറയുന്ന ഒരു ഖാരിഫ് ക്രോപ്പാണ്. ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്തുള്ള മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല് എന്ന് പറയുന്നത്. ഇതിനാവശ്യമായിട്ട് അനുയോജ്യമായിട്ടുള്ളത് എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണാണ് അനുയോജ്യം. ഇനി താപനില പറയുകയാണെങ്കിൽ 24 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ ധാരാളം മഴയും 150 സെന്റിമീറ്റർ കൂടുതൽ മഴയും നെൽകൃഷിക്ക് എന്താവശ്യമായിട്ടുണ്ട്? മഴ 150 സെന്റിമീറ്റർ കൂടുതലും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലും എന്തിനാവശ്യമുണ്ട്? നെല്ലിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടു കൂടി നെൽകൃഷി ചെയ്തു വരാറുണ്ട്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലും ഒക്കെ മുഖ്യമായി നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. സിവാലിക് പർവ്വത ചെരുവുകളിലൊക്കെ തട്ടുകളായിട്ട് നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 മുഖ്യ കാർഷിക ഭക്ഷ്യവിളകളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ റൈസുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ സാധാരണ നടക്കാറുള്ളത്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 17. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയിൽ ഏത് ഭാഗത്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ ടൈമിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം, പടിഞ്ഞാറൻ തീരസമതലം, ഉപദ്വീപ്യൻ പീഠഭൂമി, കിഴക്കൻ തീരസമതലം. നമുക്കറിയാം
സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിൽ കേരളം അടക്കമുള്ള പശ്ചിമ തീരം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് മഴ ലഭിക്കാറുണ്ട്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ എന്താണ് മഴ കുറവാണ്, അത് റെയിൻ ഷാഡോ റീജിയനിലാണ് കിടക്കാറുള്ളത്. എന്നാൽ ഇതിന് നേരെ വിപരീതമായ ഒരു കാര്യമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ നടക്കുന്ന സമയത്ത്, നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ നടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മഴ എവിടെ ലഭിക്കാറുണ്ട്? കിഴക്കൻ തീരസമതലങ്ങളിൽ ലഭിക്കാറുണ്ട്. കോറമണ്ടൽ കോസ്റ്റ് അടക്കം വരുന്ന ആ ഒരു ഭാഗത്ത് ലഭിക്കാറുണ്ട്. തമിഴ്നാട് സംസ്ഥാനത്തൊക്കെ നന്നായിട്ട് ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാരണം മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, കിഴക്കൻ തീരസമതലങ്ങളിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാരണം ധാരാളം മഴ ലഭിക്കാറുള്ളത്. എന്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം? കാലഘട്ടം ഏതാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് പൊതുവെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അനുഭവപ്പെടാറുള്ളത്. ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ന്യൂനമർദ്ദം, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്താണ്? ന്യൂനമർദ്ദവും ലോ പ്രഷറും, അതേപോലെ ഉത്തരേന്ത്യയിൽ നമുക്ക് എന്ത് വരികയാണ്? ഹൈ പ്രഷറും വരികയാണ്. ഉത്തരേന്ത്യയിൽ ഉച്ചമർദ്ദമാണ്, ഹൈ പ്രഷർ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലോ പ്രഷറാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ റീജിയൻസിൽ നിന്നും ഹൈ പ്രഷറിൽ നിന്നും വിൻഡ് എവിടേക്ക് മൂവ് ചെയ്യാണ്? കാറ്റിന്റെ ഗതി എങ്ങോട്ടാണ്? ലോ പ്രഷർ മേഖലയായ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശിയടിക്കുന്ന ഒരു പാറ്റേൺ ആണ് നമുക്ക് ഈ പറയുന്ന വടക്ക് കിഴക്കൻ മൺസൂൺ കാലങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക. ഈ ഒരു മർദ്ദ വ്യത്യാസം കാരണം ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വായുവിനെ ആകർഷിക്കപ്പെടുന്നു. കൊറിയോലസിന്റെ പ്രഭാവത്താൽ കാറ്റിന്റെ ദിശ എങ്ങോട്ട് തിരിയുന്നുണ്ട്? വലത്തോട്ട് തിരിയുന്നുണ്ട്. അതുകൊണ്ട് കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും വീശുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ നടക്കുന്ന കാര്യം. ഇനി കരയിൽ നിന്നും വീശുന്നതിനാൽ തന്നെ ഇതിന്റെ ഒരു കാറ്റ് എന്തായിരിക്കും? മോയ്സ്ചർ കണ്ടന്റ് ഒന്നും, വെള്ളത്തിന്റെ അംശം ഇല്ലാത്തത് കൊണ്ട് തന്നെ വരണ്ട കാറ്റാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മൺസൂണുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കുക. പല സ്ഥലങ്ങളിലും എന്താണ്? മഴ തീരെ കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടൽ മുറിച്ചു കടന്നതിന് ശേഷം തമിഴ്നാട് കോറമണ്ടൽ തീരത്തേക്ക് എത്തുന്ന സമയത്ത് എന്താണ്? ശക്തമായ മഴയ്ക്ക് ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് തമിഴ്നാടൻ മേഖലകളിലും കിഴക്കൻ തീരപ്രദേശങ്ങളിലാണ് കൂടുതൽ ഇത് കാരണം മഴ ലഭിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, ഈ കാലത്ത് ഇന്ത്യയൊട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളിൽ ദുസ്സഹമാക്കുന്നു. ചൂട് കൂടിയ അവസ്ഥകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, ന്യൂസുകളൊക്കെ നമ്മൾ കാണാറുണ്ട് നോർത്തേൺ മേഖലകളിൽ. അപ്പൊ ഈ ഒരു പ്രതിഭാസത്തെയാണ് എന്ത് വിളിക്കാറുള്ളത്? ഒക്ടോബർ ഹീറ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ചൂട്. അപ്പൊ മറ്റൊരു ചോദ്യമാവാം, ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുന്നത് ഏത് മൺസൂണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? മാസങ്ങൾ ചോദിക്കാൻ ചാൻസ് കുറവാണ്, കാരണം ഒക്ടോബർ ഹീറ്റ് എന്ന് പറയുന്നത് തന്നെ അവിടെ ആൻസർ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന വടക്ക് കിഴക്കൻ മൺസൂണിന് തൊട്ട് മുമ്പേ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒക്ടോബർ ഹീറ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത്. ഇതൊക്കെ ബന്ധപ്പെടുത്തി പഠിക്കുക. അപ്പൊ ഇതേപോലെ എന്തുണ്ട്? ഓരോ കാലഘട്ടവും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഉഷ്ണകാലത്ത് എന്തൊക്കെ സംഭവിക്കുന്നു, അതെല്ലാം തന്നെ 1 by 1 ആയിട്ട് ഈ രീതിയിൽ തന്നെ നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം, തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? തഞ്ചാവൂർ എന്ന് പറയുന്നത് എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണ്? തഞ്ചാവൂർ എന്ന് പറയുന്നത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അപ്പൊ ഏത് നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എയിൽ പറഞ്ഞത് നർമ്മദ, ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നു കൃഷ്ണ, ഓപ്ഷൻ സി കാവേരി, ഓപ്ഷൻ ഡി ഗോദാവരി. തമിഴ്നാടാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ തന്നെ ഏത് റിവർ ആണെന്ന് ഗസ് ചെയ്താൽ തന്നെ ഇതിന് ആൻസർ ആയി. തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ സി കാവേരിയാണ്. കാവേരി നദീതീരത്താണ് തഞ്ചാവൂർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തഞ്ചാവൂർ മാത്രമല്ല, നമ്മളെ തിരുച്ചിറപ്പള്ളിയും തഞ്ചാവൂരും ഒക്കെ കാവേരി നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് തമിഴ്നാട്ടിലെ. ഇനി മറ്റു ഓപ്ഷൻസ് പരിശോധിച്ചാൽ നർമ്മദ എന്ന് പറയുമ്പം ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ ഓർക്കണം? മധ്യപ്രദേശിൽ കിടക്കുന്ന ജബൽപൂറും ഹോഷങ്കാബാദും ഒക്കെ നർമ്മദയുമായി ബന്ധപ്പെട്ട് അതിന്റെ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. റിവറുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അനേകം പഠിക്കാനുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? നദീതീര പട്ടണങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറി നോക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഓപ്ഷൻ ബി കൃഷ്ണ റിവർ എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റ്സിലേക്കാണ് പോകേണ്ടത്? കൃഷ്ണ ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്? കൃഷ്ണ പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകുന്ന നദിയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിജയവാഡ അല്ലെങ്കിൽ അമരാവതി പോലുള്ള സ്ഥലങ്ങൾ കൃഷ്ണ റിവറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദീതീര പട്ടണങ്ങളാണ്. ഇനി ഓപ്ഷൻ ഡി ഗോദാവരി ആണെങ്കിൽ മഹാരാഷ്ട്രയിലെ നാസിക്, അതേപോലെ ആന്ധ്രാപ്രദേശിൽ കിടക്കുന്ന രാജമുന്ദ്രി ഒക്കെ തന്നെ ഗോദാവരിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ്. അപ്പൊ ഇതെല്ലാം തന്നെ നദിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ വെച്ച് ഓർത്തിരിക്കുക. ഹിമാലയൻ നദികളാണെങ്കിലും ഉപദ്വീപ്യൻ നദികളാണെങ്കിലും ഇത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പരിശോധിക്കണം. അടുത്തൊരു ചോദ്യം 19. ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഹിമാചൽ പ്രദേശ് ടിബറ്റ്, ശ്രീനഗർ കാർഗിൽ, അരുണാചൽ പ്രദേശ് ഭൂട്ടാൻ. ലിപുലേഖ് എന്ന് പറയുന്ന ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ ഏതാണ്? ആൻസർ അതെ, ഓപ്ഷൻ എ ആണ് ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് എന്ന് പറയുന്നത്.
അപ്പൊ ഇത് ചെറിയൊരു ടേബിൾ ഉണ്ട്. ഈ ലിസ്റ്റിൽ തന്നെയാണ് നമുക്ക് സാധാരണ ചോദ്യങ്ങൾ കണ്ടുവരാറുള്ളത്. ഇത് പഠിക്കുക. ലിപുലേഖ് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡ് ടിബറ്റ്, ഷിപ്കില എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശ് ടിബറ്റ്, സോജില എന്ന് പറയുന്നത് ശ്രീനഗർ മുതൽ കാർഗിൽ വരെ, നതുല എന്ന് പറയുന്നത് സിക്കിം മുതൽ ടിബറ്റ്. അപ്പൊ ഇത്തരത്തിൽ 4 പ്രധാനപ്പെട്ട ചുരങ്ങളും അത് ബന്ധപ്പെടുന്ന സ്ഥലങ്ങളും ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇനി അടുത്തൊരു ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? അറബിക്കടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറബിക്കടലിൽ പതിക്കുന്ന നദികൾ 1 by 1 ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് വരുന്ന സിന്ധു നദിയാണ്. സിന്ധു നദി എന്ന് പറയുന്നത് എവിടെയാണ്? ടിബറ്റൻ മേഖലയിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എവിടേക്ക് എത്തുന്നുണ്ട്? നമ്മുടെ ലഡാക്ക്, ജമ്മു കാശ്മീർ മേഖലകളിൽ അത് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് പാകിസ്ഥാനിലേക്ക് പോകുന്നു. കറാച്ചി ഭാഗത്ത് വെച്ചിട്ട് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് സിന്ധു. സോ സിന്ധു നമ്മുടെ ആൻസറിൽ ഒരാളായിട്ട് സിന്ധു കിടക്കുന്നുണ്ട്. ഇനി ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരാളായിട്ട് കൊടുത്തിട്ടുള്ളത് മഹാനദിയാണ്. മഹാനദി ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സിഹാവ മലനിരകളിൽ നിന്നാണ് ഈ മഹാനദി ഉത്ഭവിക്കുന്നത്. അതിനുശേഷം ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൂടെയൊക്കെ പോയതിനു ശേഷം ബംഗാൾ ഉൾക്കടലിലാണ് മഹാനദി പതിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഉത്തരമല്ല. നർമ്മദയാണെങ്കിലോ? നർമ്മദ എന്ന് പറയുന്നത് അമർകണ്ടക് ഹിൽസ് അല്ലെങ്കിൽ അമർകണ്ടക് മേഖലകളിൽ നിന്നും ഉത്ഭവിച്ചതിന് ശേഷം മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റ്സിലൂടെ പോയി എവിടെ എത്തുകയാണ്? ഗുജറാത്തിൽ വെച്ചിട്ട് നേരെ അറബിക്കടലിൽ പതിക്കുന്നതാണ് നർമ്മദ. ഇനി പെരിയാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട നദിയാണ്. സ്വാഭാവികമായിട്ടും എവിടെയാണ് പെരിയാർ എന്ന് പറയുന്നത്? ആലുവയിലൊക്കെ വന്നതിന് ശേഷം സ്പ്ലിറ്റ് ആയിട്ട് എവിടേക്ക് പോകുന്നുണ്ട്? കായലിലേക്കും അതുവഴി അറബിക്കടലിലേക്കൊക്കെ പോകുന്നുണ്ട്. സോ പെരിയാർ നമ്മുടെ ആൻസർ ആണ്. സോ ഫൈനൽ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുക 1, 3 and 4 ആണ്. 1, 3, 4 ഇതിന്റെ ഉത്തരമായിട്ട് വരിക. ഏതാണ് ഓപ്ഷൻ ഉള്ളത്? ഓപ്ഷൻ ബി. അറബിക്കടലിൽ പതിക്കുന്ന നദികൾ എന്ന് പറയുന്നത് 1, 3, 4 സിന്ധു, നർമ്മദ, പെരിയാർ. അപ്പൊ ഇത്രയുമാണ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഡയറക്ഷൻ ഇ ലേണിംഗ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഡയറക്ഷൻ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്